നമസ്കാരം. വഞ്ചൂർ വാർഡിലെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായ വഞ്ചൂർ ബാബു മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിച്ച കേസുകളിലടക്കം പ്രതിയാണ്. ഇതിൽ ഒരു കേസ് എന്ന് പറയുന്നത് പഴവങ്ങാടി ഭാഗത്തൂടെ ഉള്ള റോഡിൻ്റെ അഴിമതി ചൂണ്ടിക്കാണിച്ച് ജനം ടി വിയിൽ നിന്നുള്ള ശാലിനി എന്ന മാധ്യമപ്രവർത്തക റിപ്പോർട്ട് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ശാലിനിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ശാലിനിയോടൊപ്പമുള്ള ക്യാമറാമാനെയും ശാലിനിയെയും അധിക്ഷേപിക്കുന്ന വാക്കുകൾ പറയുകയും ഒക്കെ ചെയ്ത കേസിൽ ഇദ്ദേഹം പ്രതിയാണ്. ഇദ്ദേഹത്തിനെതിരെ കേസൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു മാധ്യമപ്രവർത്തകൻ, അതായത് പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയായ PR പ്രവീണിനെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിലും വഞ്ചൂർ ബാബു പ്രതിയാണ്. അപ്പോൾ ഇങ്ങനെ നിരന്തരം മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുവാൻ ശ്രമിക്കുക, രാഷ്ട്രീയ പ്രതിയോഗികളെ ആക്രമിക്കാൻ ശ്രമിക്കുക, അതിന് വഞ്ചൂർ ബാബുവിൻ്റെ കീഴിൽ അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ചില പ്രവർത്തകരുമുണ്ട്. അങ്ങനെ അവരൊരു സംഘമായിട്ട് ഇത്തരത്തിലുള്ളൊരു തങ്ങൾക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുന്ന, തങ്ങൾക്കെതിരെ ഏതെങ്കിലും രീതിയിൽ വാർത്തകൾ കൊടുക്കുന്നവരെ ആക്രമിക്കുക എന്നുള്ള ഒരു നിരന്തരമായിട്ടുള്ളൊരു സ്വഭാവമാക്കി അവർ വച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ജനപ്രതിനിധിക്ക്, ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനപ്രതിനിധിക്ക് ഒട്ടും യോജിക്കാത്ത തരത്തിലുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് വഞ്ചൂർ ബാബുവിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ചധികം നാളുകളായിട്ടുണ്ടാകുന്നത്. ഇന്നലെ ട്രാൻസ്ജെൻഡേഴ്സിനെ ഇളക്കിവിട്ട് ട്രാൻസ്ജെൻഡേഴ്സിനെ കൊണ്ട് BJP പ്രവർത്തകരെ തല്ലിക്കാനാണ് വഞ്ചൂർ ബാബു ശ്രമിച്ചത്. അതായത് അവിടെ ട്രാൻസ്ജെൻഡേഴ്സിന് ഒരു വോട്ട് പോലും ഇല്ല എന്ന് BJP പ്രവർത്തകർ എടുത്തു കാണിച്ചപ്പോൾ അവിടെ ഒരു വോട്ട് പോലും ട്രാൻസ്ജെൻഡേഴ്സിന് ഇല്ല. അപ്പോൾ എന്നാലും ആ ട്രാൻസ്ജെൻഡേഴ്സിനെ കൊണ്ട് കള്ളവോട്ട് ചെയ്യിക്കുകയും കള്ളവോട്ട് ചെയ്യിച്ചതിന് ശേഷം അവിടെ വിജയിക്കുവാനാണ് യഥാർത്ഥത്തിൽ വഞ്ചൂർ ബാബുവും കൂട്ടരും ശ്രമിച്ചത്. ഇതിനെ പൊളിച്ചെടുക്കുകയായിരുന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിലും രേഖയുണ്ടെന്ന് പണ്ട് ഈ ശങ്കരാടി കാണിക്കും പോലെ തങ്ങളുടെ കയ്യിലും ഇതിന് എതിരെയുള്ള രേഖയുണ്ട്, അവർക്ക് ഇവിടെ വോട്ടുണ്ട് എന്നൊക്കെയുള്ള മുടന്തൻ ന്യായങ്ങൾ മാത്രമാണ് ഇയാൾക്ക് പറയാനുണ്ടായിരുന്നത്. ഈ രീതിയിലാണോ ഒരു ജനപ്രതിനിധി ഒരു തെരഞ്ഞെടുപ്പിനെ സമീപിക്കേണ്ടത്? ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാണ് സത്യത്തിൽ വഞ്ചൂർ ബാബു ശ്രമിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാണ് വഞ്ചൂർ ബാബു ശ്രമിച്ചത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ഈ രീതിയിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ, അതും തലസ്ഥാന നഗരിയുടെ നിയമസഭയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്ന വാർഡിൽ നിന്നുള്ള ഒരു ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധി തന്നെ ഈ രീതിയിൽ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്ത് അപമാനകരമായിട്ടുള്ള ഒരു സംഭവമാണെന്ന്. കേരളം നമ്പർ 1 ആണ്, സാക്ഷരതയിൽ 1-ാം സ്ഥാനത്താണ് എന്നൊക്കെ പറഞ്ഞും പാടിയും നടക്കുന്ന, വിദ്യാഭ്യാസത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് എന്നൊക്കെ പറഞ്ഞും പാടിയും നടക്കുന്ന ഇടതുപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഓർത്തുവയ്ക്കുന്നത് നല്ലതായിരിക്കും. ഈ രീതിയിലാണ് നിങ്ങളെപ്പോഴും ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, കള്ളത്തരങ്ങളിലൂടെ വിജയിക്കാൻ ശ്രമിക്കുന്നത്. ഇതിനൊക്കെയുള്ള ഒരു ഏറ്റവും നല്ല ഉത്തമ ഉദാഹരണമാണ് വഞ്ചൂർ ബാബു. എന്നാൽ ഈ രീതിയിൽ കള്ളവോട്ട് ഇനി എന്തായാലും ചെയ്യാനായിട്ട് ബാബു ശ്രമിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം വലിയ പ്രതിരോധമാണ് BJPയുടെ അവിടുത്തെ പ്രവർത്തകരിൽ നിന്ന്, വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രതിരോധം. തീർച്ചയായിട്ടും അവരെ വളരെ ജനാധിപത്യപരമായിട്ട് ആക്രമണങ്ങൾ തങ്ങൾ കേൾക്കുമ്പോഴും വളരെ സഹനശക്തിയോടുകൂടി പ്രതികരിച്ച അവിടുത്തെ BJP പ്രവർത്തകർക്ക് ഒരു നല്ല അഭിനന്ദനം കിട്ടേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. കാരണം തങ്ങൾ കൂടി ഈ ആക്രമണത്തിൻ്റെയൊക്കെ ഭാഗമായി മാറിയാൽ ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഏത് രീതിയിലായിരുന്നതിനെ കലാശിച്ചത്.